ബീച്ച് ആശുപത്രിയിലെ ഹോൾ നവീകരണത്തിൽ 1/2 കോടിയോളം രൂപയുടെ ക്രമക്കേട് നടന്നതായി വിജിലൻസ് റിപ്പോർട്ട്. നിർമ്മാണ ചുമതലയുണ്ടായിരുന്ന നിർമ്മിതി കേന്ദ്രയ്ക്ക് ചട്ടങ്ങൾ ലംഘിച്ച് പണം മുൻകൂർ നൽകിയതായും രേഖകൾ വ്യക്തമാക്കുന്നു. നവീകരണത്തിന്റെ ഭാഗമായി പഴയ തടി ജനൽ ഫ്രെയിമുകൾ, ഗ്ലാസ് വാതിലുകൾ എന്നിവ നിലനിർത്തിയിട്ടും മെഷർമെന്റ് ബുക്കിൽ ഇവയെല്ലാം പുതിയത് സ്ഥാപിച്ചതായി രേഖപ്പെടുത്തിയതാണ് കബളിപ്പിച്ചത്. കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിലെ ഹാൾ നവീകരണത്തിന്റെ പേരിൽ 1/2 കോടിയോളം രൂപയുടെ വൻ അഴിമതി നടന്നതായാണ് വിജിലൻസ് കണ്ടെത്തൽ. ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ചുമതലയുണ്ടായിരുന്ന നിർമ്മിതി കേന്ദ്രയ്ക്ക് ചട്ടങ്ങൾ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ട് പണം മുൻകൂറായി അനുവദിച്ചുവെന്ന ഗുരുതരമായ ആരോപണമാണിപ്പോൾ ഉയരുന്നത്. എന്നാൽ അഴിമതിയുടെ ആഴം വ്യക്തമാക്കുന്നത് നിർമ്മാണത്തിന്റെ അളവ് പുസ്തകം അഥവാ മെഷർമെന്റ് ബുക്കിലെ രേഖകളാണ്. ഹാൾ നവീകരണത്തിനായി പഴയ തടി ഉരുപ്പടികൾ, ജനൽ ഫ്രെയിമുകൾ, ഗ്ലാസ് വാതിലുകൾ എന്നിവ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പ്രകടമായി കാണാമെങ്കിലും രേഖകളിൽ ഇവയെല്ലാം പുതുതായി വാങ്ങിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ പഴയ സാധനങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയവ സ്ഥാപിച്ചു എന്ന വ്യാജമായി എഴുതി ചേർത്ത് പൊതുമുതൽ തട്ടിയെടുക്കാനാണ് ഉദ്യോഗസ്ഥരും കരാർ ഏജൻസിയും ശ്രമിക്കുന്നത്. ഈ തിരിമറിയിലെ ലക്ഷക്കണക്കിന് രൂപയാണ് ഇപ്പോൾ ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒത്താശയുണ്ടോ എന്ന് വിജിലൻസ് പരിശോധിച്ചു വരികയാണ്.